ഞാൻ ശിവൻ്റെ മകനാണ്, ഞാൻ ശിവൻ്റെ പുത്രനാണ്. എൻ്റെ അടുത്ത് ഒരുപാട് സൈക്കാട്രിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും ഒരുപാട് പ്രിസ്റ്റുമാരൊക്കെ വന്ന് കൺസൾട്ടേഷൻ എടുക്കണേ. അപ്പം ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, എന്തിനാണ് അവർ എൻ്റെ അടുത്ത് വന്ന് കൺസൾട്ടേഷൻ എടുക്കുന്നത്? മെഡിസിൻ എന്ന് പറയുന്ന ഒരു പരിധിയുണ്ട്. ഇമോഷണൽ സപ്പോർട്ട് തരുന്നതിന് ഒരു പരിധിയുണ്ട്. ഒരു വ്യക്തി ഒരു കാര്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം അനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കുന്നുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. നമ്മളതിനെ എങ്ങനെ പറയാനും നമ്മൾ എങ്ങനെ അതിനെ തിരുത്തി കൊടുത്താലും ഒരു വ്യക്തി അത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് അനുഭവിക്കുന്നുണ്ട്. ആ വ്യക്തിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള വഴികൾ നമ്മൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അതിനകത്ത് കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പവർഫുള്ളായിട്ടുള്ള പൈസ ചിലവില്ലാത്ത ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സ്പിരിച്വൽ വേ ആണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരാളുടെ അനുവാദം വേണ്ട, നമുക്കിരുന്ന് പ്രാർത്ഥിക്കാം. മറ്റേതാണെങ്കിലോ ഒരു കൺസൾട്ടേഷൻ ഒരു കൗൺസിലിംഗ് എടുക്കാൻ പോകണമെങ്കിൽ നമ്മൾ എത്ര രൂപ നമ്മൾ കൊടുത്തു പോകണം? ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോൾ ഒരു കാടിൻ്റെ അകത്ത് അകപ്പെട്ടു പോയി, നമുക്കൊരു നെഗറ്റീവ് സോളിന് കാട് എന്ന് പറയുന്നത് ഭയങ്കര നെഗറ്റീവ് എനർജി തളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മെത്തേഡ് സൈക്കാട്രിസ്റ്റിനെ വിളിക്കുകയോ സൈക്കോളജിസ്റ്റിനെ വിളിക്കുകയോ കൂട്ടുകാരെ വിളിക്കുന്നൊന്നും അല്ല. സമയത്ത് നമ്മുടെ ബിലീയിങ് സിസ്റ്റത്തിൽ നമ്മൾ ഏത് ദൈവത്തെയാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തെ അവിടെ കരഞ്ഞ് പ്രാർത്ഥിച്ച് വിളിച്ച് കഴിയുമ്പോൾ ആ ദൈവം ഭയങ്കര പവർഫുള്ളാണല്ലോ. അപ്പം ഞാൻ ഒരു കാട്ടിൽ പെട്ടുപോയി ഭയങ്കര നെഗറ്റീവായി പേടിച്ച് വിറച്ചിരിക്കുകയാണ്. ഞാൻ കാടിൻ്റെ അകത്ത് ഒരു മനുഷ്യനില്ല നമ്മൾ സഹായിക്കാൻ. നമുക്ക് പുറത്തോട്ട് വരുമ്പോൾ നമുക്ക് പല കഥയും പറയാം, പല രീതിയിലും പറയാം. അതൊക്കെ നിൻ്റെ തോന്നലെന്ന് പറയാം. ഒരു അവസ്ഥയിൽ പെട്ട് നിൽക്കുമ്പോൾ ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആ സമയത്ത് ഞാൻ വിചാരിക്കുക, ശിവനെ മനസ്സിൽ വിചാരിക്കുക, ശിവനോട് പ്രാർത്ഥിക്കുക. ശിവനോട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എന്താ വരുന്നത്? ശിവൻ എന്ന് പറയുന്ന രൂപം, ശിവൻ്റെ ആയുധങ്ങൾ, ശിവൻ ശത്രുക്കളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, ശിവൻ്റെ പവർ, ശിവൻ എങ്ങനെയാണ് ഭക്തനെ കാണുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ബ്രെയിനിലോട്ട് വരാൻ തുടങ്ങും. അപ്പം ശിവഭാവമാണ് നമുക്ക് വരുന്നത്. അടുത്ത നിമിഷം ഞാൻ ശിവൻ്റെ മകനാണ്, ഞാൻ ശിവൻ്റെ പുത്രനാണ്, ആ അംശത്തിൽ നിന്നാണ് ഞാനും ജനിച്ചിരിക്കുന്നത് എന്നുള്ള കോൺഫിഡൻസ് നമ്മളോട് ജനറേറ്റ് ചെയ്യുക.